What makes a person a good teacher? What can influence the students to study and reach their goals? My name is Sajid Thomas, born and brought up in the central part of India, that is Chhattisgarh. Hi everyone, I'm Shiju Mariam Jacob. I'm from Kottayam. I entered my teaching career just 13 years back as a school teacher after my post-graduation. Hi, my name is Parvati Baburaj and I am from Karugachal, which is 20 kilometers from Kottayam. ഞാൻ നിംനഗ മുഴുവൻ പേര് നിംനഗ കൂട്. ഐ എം ഫ്രം ചാലക്കുടി, തൃശ്ശൂർ. ഹായ് എവരിവൺ, എൻ്റെ പേര് ലക്ഷ്മി ബാബു. എൻ്റെ വീട് പാലായിലാണ്. ഹായ്, എൻ്റെ പേര് ജസ്ലിൻ ജോസ്. ഞാൻ ഇവിടെ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഞാൻ ഒരു IELTS ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ സൂവോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഇൻഡസ്ട്രിയൽ ഫിഷറീസിലാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഞാൻ ബേസിക്കലി ഒരു ഇംഗ്ലീഷ് ട്രെയിനറാണ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു സ്കൂൾ ടീച്ചറായിട്ടാണ്. ഒരു വർഷം ഞാൻ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. I completed my graduation, post-graduation and bachelor's in education. After completing my studies with the help of an experience in a private school, I got a chance to work in Sultanate of Oman. Then I worked with Ministry of Education. Then I got into Sohar University where I worked there for around 14 years. When I got first rank in the university, it was my mom's dream to see me as a teacher in my life. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ IELTS ട്രെയിനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ടീച്ചറായിട്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട്, കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കീഴിൽ ESL ടീച്ചറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ 12th ശേഷം ഞാൻ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തു. സോ അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഐ ടുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഓൾസോ ഇൻ ഇംഗ്ലീഷ്. പേഴ്സണൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു 2 വർഷം ഗ്യാപ്പ് എടുത്തു. ആ ഒരു സമയത്ത് എനിക്ക് തോന്നി ഒരു ചേഞ്ച് വേണം, എൻ്റെ കരിയറിൽ ചേഞ്ച് വേണമെന്ന് തോന്നി. സോ അങ്ങനെ ഞാൻ IELTS ട്രെയിനിങ്ങിലേക്ക് തിരിഞ്ഞു. അങ്ങനെ PGക്ക് ശേഷം ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ച് എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് തന്നൊരു ഫീഡ്ബാക്കാണ്. അതെന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തു. I have trained thousands of students for last more than 30 years and they all are well placed in different places. To my experience, I can understand where they face the challenge, whether it is reading or writing or listening or speaking. Initially, 7 years I worked in schools and colleges. However, I took certification from Princeton Review and Cambridge by 2016 and then I began my trainer career. എൻ്റെ മെയിൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ ഇസ് മൈ മദർ, ഹു ഈസ് ഓൾസോ എ ലാംഗ്വേജ് ടീച്ചർ. എന്നെ ഈ പ്രൊഫഷനിൽ പിടിച്ചു നിർത്തുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ പാഷനാണെന്ന്. എനിക്ക് ആളുകളെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലേറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് ഭാഷ പഠിക്കുന്നത്. എനിക്ക് 5ഓളം ഭാഷകൾ നന്നായി ഉപയോഗിക്കാൻ അറിയാം. ഐ എൻറ്റേർഡ് ആൻ IELTS അക്കാഡമി, ഒരു IELTS ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ജേർണി, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എത്രമാത്രം ടീച്ചിങ്ങിനോട് ഒരു പാഷനുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് എത്രമാത്രം ഒരു പാഷനും ഡ്രൈവും ഉണ്ട്, പഠിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ IELTS ട്രെയിനറായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. ഈ ഒരു ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഡിസിഷൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പാഷൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് തുടങ്ങിയതാണ്. ലൈക്ക് എൻ്റെ ടീനേജ് ഡേയ്സ് തൊട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. It's been 13 years since I've been working as a teacher as well as a trainer. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ലളിതമായിട്ട്, ഏറ്റവും പേടിയില്ലാതെ, സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ മെത്തേഡ്സ് ആണ് ഞാൻ ക്ലാസ് റൂമിൽ അവലംബിക്കാറുള്ളത്. സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് OET ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നൊരു പ്രൊഫഷൻസി ടെസ്റ്റിനെ പറ്റിയിട്ട് അറിയാൻ എനിക്കിടയുണ്ടായതും അങ്ങനെ ഒരു OET ട്രെയിനർ ആകാൻ എനിക്ക് പറ്റിയതും. IELTS ട്രെയിനർ ആയി കഴിഞ്ഞപ്പോഴാണ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഫീൽഡിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ ഈ ഭാഷയാണ്. സിനിമ കാണലും, യാത്രകൾ ചെയ്യുന്നതും, പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുന്നതും, പുസ്തകങ്ങൾ വായിക്കുന്നതും എല്ലാം. ഒരുപാട് കുട്ടികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോയി. ഒരുപാട് പേർ ഇന്ന് ലോകത്തിലെ പല ഭാഗങ്ങളിലും പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. ഇന്നും ആ മേഖലയിൽ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Today, when I was here in Kerala, I was contacted by Xylem and they asked me, can you be an academic head for a new stream of English language course which they are starting?
I accepted it as a challenge. എൻ്റെ കുറച്ച് ത്രെഡ്സും അതുപോലെ തന്നെ ഈ ലാംഗ്വേജിൻ്റെ ഡെപ്തും ഒക്കെ മനസ്സിലാക്കി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സൈലത്തിൽ നിന്നൊരു കോൾ വരുന്നത്. ആൻഡ് ഐ ബിക്കം സോ ഹാപ്പി. ഈ 6 മുതൽ 7 വർഷങ്ങൾ വരെ ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമുണർത്തുന്ന അല്ലെങ്കിൽ എന്നിൽ തന്നെ അഭിമാനം തോന്നുന്ന ഒന്ന് എന്ന് പറയുന്നത് ഐ എം എ സക്സസ്ഫുൾ ട്രെയിനർ. സിൻസ് ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് എനിക്ക് ഈ ഒരു ഫീൽഡ് തന്നെയാണ് വേണ്ടത്, എനിക്ക് ടീച്ചിങ്ങിൽ എൻഗേജ്ഡ് ആവണം, സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നൗ ഐ എം എൻറ്ററിങ് സൈലം. അങ്ങനെ പല പാതകളും കടന്ന് ഇന്ന് ഞാൻ സൈലത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ആസ് എൻ IELTS ട്രെയിനർ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് സൈലം. കാരണം സൈലം എപ്പോഴും എയിം ചെയ്യുന്നത് എല്ലാ സ്റ്റുഡൻസിനും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. So I hope I would definitely play a very important role here in Xylem to be the best institute here in India, and before that obviously in Kerala itself. ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആയിട്ട് സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സൈലം. ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ ആസ് എ ട്രെയിനർ ഞാനും അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരു സാധാരണ മലയാളം മീഡിയംകാരിയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ എനിക്കൊരു ജേണി ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും കാണും ഒരു ജേണി. അതിൻ്റെ ഭാഗമാകാനാണ് ഞാൻ ഉൾപ്പെടുന്ന ടീം സൈലം ലേണിംഗും ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂടെയുള്ളത്. I wish all the best for the students coming in, and I can very well understand that the Xylem is going to be one of the best place where their students will get a good amount of practice, as well as they can reach the level in which they are supposed to. Have a nice time. Always welcome.